ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ദീപാവലി ഇങ്ങ് അടുത്ത് വന്നു അല്ലേ? വ്യാഴാഴ്ചയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള നല്ല ഒരു ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാം ഞാൻ ഇന്നലെ കാണിച്ചു. അത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഗുലാബ് ജാം റെസിപ്പിയാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. ഇത് കടലമാവും തേങ്ങയും നെയ്യും ഒക്കെ ഇട്ട് നല്ലൊരു ബർഫിയുടെ റെസിപ്പിയാണ് കേട്ടോ. 7 കപ്സ് എന്നാണ് പേര്. ഈ ബർഫി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ലെവലായിട്ട് നമ്മുടെ കടലമാവിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് ഫ്രഷായിട്ട് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയേ. ഇപ്പോൾ പഞ്ചസാര എടുത്തിരിക്കുന്നത് 1.25 കപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് വളരെ നല്ല മധുരം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വരെ വേണമെന്നുണ്ടെങ്കിൽ ആക്കാം. പക്ഷേ 1.25 കപ്പ് ധാരാളമാണ് കേട്ടോ. പിന്നെ ബർഫിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പാലാണ് കേട്ടോ. അത് നല്ല കൊഴുപ്പുള്ള പാൽ എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ ഇവിടെ മേടിക്കുന്ന പാല് കൊഴുപ്പ് കുറഞ്ഞ പാലായതുകൊണ്ട് തന്നെ ഞാനൊരു ഇച്ചിരൂടെ ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ലെവലായിട്ട് എവറി ഡേയുടെ മിൽക്ക് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ആൽമണ്ട് പൗഡറാണ് കേട്ടോ. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആൽമണ്ട് മേടിച്ചിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചാലും മതി. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോൾ അതങ്ങ് പൊടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ടുള്ള പൗഡർ കിട്ടും. അതും നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് ലെവലായിട്ട് നെയ്യ്. ഞാൻ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള നെയ്യില്ലായിരുന്നു. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ കുറവായിരുന്നു. പക്ഷേ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് 7 കപ്സ് എന്ന് പറയാൻ കാര്യം, ഇതിപ്പോൾ നമ്മൾ 1 കപ്പിൻ്റെ വെച്ച് അളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 7 കപ്പാണ്. പക്ഷേ ഇവിടെ അത്രയും ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനതിൻ്റെ നേരെ പകുതിയാക്കി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ആ ചെറിയ തേങ്ങ മിക്സിയുടെ ജാറിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുവാണേ. ചെറുതായിട്ട് പൾസിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. കാരണം പല വലുപ്പത്തിലായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ട് കിട്ടുന്നതാണ് നമുക്ക് ഈ ബർഫിക്ക് നല്ലത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ വക്കമുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ വെള്ളം നന്നായിട്ട് ഒന്ന് നെയ്യ് തടവിയിട്ട് അത് മാറ്റി വെക്കണം. കാരണം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് വേണം നമുക്കൊന്ന് ലെവൽ ചെയ്യാനായിട്ട് നമ്മുടെ ബർഫി. ഞാൻ ആ സമയം കൊണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഓരോന്നും പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല. അപ്പം നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ കടലമാവിൻ്റെ പൊടിയൊന്ന് അരിച്ചെടുക്കണം. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കട്ടകൾ കാണുമല്ലോ. അപ്പോൾ ആ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കാനുള്ള ആ ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് ഇടഞ്ഞ് തരികളില്ലാതെ എടുത്തിട്ട് അതിനകത്ത് കട്ടകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് പിന്നെ വേണം ഫ്ലെയിം ഓൺ ആക്കാനായിട്ട്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അത് തന്നെയല്ല, ചട്ടി ഒരുമാതിരി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് അത് പെട്ടെന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. നമ്മുടെ ഈ കടലമാവിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. പക്ഷേ ഒരു കാരണവശാലും അതിന് നിറം പോകാനോ അത് ആവശ്യത്തിൽ കൂടുതൽ മൂത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു റോസ്റ്റ് ചെയ്യുന്ന സമയത്തെന്നല്ല, ഇതുണ്ടാക്കുന്ന ഒരു 10, 45, 50 മിനിറ്റ് എടുക്കും. അപ്പോൾ അത്രയും സമയം നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ക്ഷമയോടെ ഉണ്ടാവണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവേ. ഇപ്പം നമ്മുടെ കടലമാവൊക്കെ ആവശ്യത്തിന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. റോസ്റ്റ് ആക്കുക എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ പച്ചമണം ഒന്ന് കളയുക എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അതിലോട്ട് നമ്മൾ ചേർക്കാനുള്ളത് ഓരോന്നോരോന്നായിട്ട് ചേർക്കുക. ഇപ്പം നിങ്ങൾക്ക് ആ തേങ്ങാപ്പീരയുടെ പൊടി കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ, എല്ലാം ഒരേ വലുപ്പത്തിലാണ് ഇരിക്കുന്നത്. ആദ്യം തേങ്ങാപ്പീര ഇട്ട് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ആൽമണ്ട് പൗഡർ ഇട്ട് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വരെ ആക്കാം. പക്ഷേ 1.25 ധാരാളം മതി കേട്ടോ. പിന്നെ 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലോട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനുള്ള, 1 അല്ല 2 കാര്യം ചേർക്കാനുണ്ട്. പക്ഷേ ഇപ്പം ചേർക്കുന്നത് നെയ്യാണ് കേട്ടോ. പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്ക അല്ലെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയാണ്. ഞാൻ ഏലക്ക ഫുള്ളായിട്ടുള്ളത് മുഴുവനേ ഉള്ള ഏലക്ക ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഏലക്കയുടെ പൊടിയാണ് ചേർത്തത്. നിങ്ങൾ ഏലക്ക എടുത്ത് അപ്പോൾ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 ഏലക്കയുടെ പൊടി ഇതിന് മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനകത്തെ കട്ടകളൊന്നും വരാതെ. അത് നിങ്ങൾക്ക് ഒന്നുകിൽ സ്പാച്ചുല ഇട്ട് അതിൻ്റെ കട്ട ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസ്ക് ഉണ്ടല്ലോ, വിസ്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിനകത്തെ കട്ടകളൊക്കെ അങ്ങ് ഉടയും കേട്ടോ. അതുപോലെ ഇപ്പോൾ നമുക്ക് ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തെ കട്ടകൾ ഉടയ്ക്കാനായിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടാണെന്നുണ്ടെങ്കിൽ കുറേ നേരം മെനക്കെടേണ്ടി വരും. പക്ഷേ വിസ്ക് ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അതിനകത്തെ കട്ടകൾ ഉടഞ്ഞു കിട്ടുവേ.
ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണണം കേട്ടോ. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് മാറി മാറി വേണം ഇടാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരുപാട് നേരം ഇടണ്ട, ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് പിന്നെയും ലോ ഫ്ലെയിമിലാക്കുക. അങ്ങനെ ഒരു മിനിമം ഒരു 45 മിനിറ്റെങ്കിലും നമുക്കിത് വേണ്ടി വരും. അത് നിങ്ങൾ ഏത് രീതിയിലാണ് ഫ്ലെയിം വെക്കുന്നതനുസരിച്ച്, പിന്നെ നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഏത് രീതിയിലാണെന്നുള്ളതനുസരിച്ചൊക്കെ ഇരിക്കുമേ. ഇപ്പം നമ്മുടെ ആ ബർഫിയുടെ ആ ഒരു കൂട്ട് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ളം പോലെ കിടക്കുന്നവത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പാനിൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വിട്ടി വരുന്നതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എപ്പോഴാണ് നമ്മൾ നിർത്തേണ്ടതെന്ന്. നിങ്ങൾ കണ്ടല്ലോ, നന്നായിട്ട് തിളച്ചു. ഇപ്പം ദേ കുറേ കൂടെ വറ്റിയിട്ടുണ്ട്. നിങ്ങളെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പല സ്റ്റേജ് കാണിക്കാനായിട്ട് എല്ലാ സ്റ്റേജും ഞാൻ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പം ദേ കണ്ടല്ലോ, ആ യെല്ലോ കളറിൽ ഇരുന്നതിൻ്റെ നിറമൊക്കെ മങ്ങി ആ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു വിട്ട് വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. പക്ഷേ ഇതായിട്ടില്ല കേട്ടോ, ഒരു 90% ആയിട്ടുള്ളൂ. കാരണം നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിച്ചെടുക്കാൻ പാടായിരിക്കും, കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവണം. പക്ഷേ പിന്നെ ഇനി നമുക്ക് അതിലോട്ട് ചേർക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഏലക്കാപ്പൊടി ചേർക്കാനുണ്ട്. അത് ഏറ്റവും അവസാനം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് വേണം എല്ലായിടത്തും, ഏലക്കാപ്പൊടി എല്ലായിടത്തും ഒരേപോലെ നന്നായിട്ട് യോജിച്ചു എന്ന് ഉറപ്പായിട്ട് വേണം നമുക്കിത് പാത്രത്തിലോട്ട് എടുക്കാനായിട്ട്. ഇപ്പം ദേ ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് പാത്രത്തിലോട്ട് ലെവൽ ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം. ആ ബർഫിയുടെ ചൂടൊക്കെ നന്നായിട്ട് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്യാനുള്ള പരുവത്തിലാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ നെയ്യ് പുരട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ, നമ്മൾ പാത്രത്തിൽ നെയ്യ് പുരട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പാടുമില്ലാതെ അതിങ്ങനെ ഇളകിപ്പോരും. ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇപ്പോൾ സ്പാച്ചുലയിൽ ആ പാത്രത്തിലോട്ട് കോരിയിടുന്നതിൻ്റെ ആ ഒരു അയവ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുമാത്രം മുറുക്കം വേണം, അല്ലെന്നുണ്ടെങ്കിൽ അയവ് വേണം ഈ ഒരു ബർഫിയുടെ ആ കൂട്ടിന് എന്നുള്ളത്. ഇത് നമ്മൾ അതിൻ്റെ ആ ഓരോ കോണിലും നന്നായിട്ട് ഫില്ലാകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണേ. അമർത്തി കൊടുത്തിട്ട് നമ്മൾ നല്ല ലെവലായിട്ടുള്ള എന്തെങ്കിലും ഇട്ട് നമ്മളതൊന്ന് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്യണം. അപ്പോൾ ദേ നമ്മുടെ ബർഫിയൊക്കെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബർഫിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ എന്ത് ഈസി ആയിട്ട് അതിങ്ങനെ ഇളകി പോകുന്നതെന്ന്. പിന്നെ നമുക്ക് ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് ഇട്ടിട്ട്, അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നൈഫിനെക്കാട്ടിലും നല്ലത് ഈ ഒരു ഇച്ചിരി ഇങ്ങനെ പല്ല് പോലുള്ള അരമുള്ള നൈഫില്ലേ, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, സ്ക്വയറായിട്ടോ ഡയമണ്ട് ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. നിങ്ങൾക്കറിയാലോ, ദിവാലി സമയത്തായാലും അല്ലാത്ത സമയത്തായാലും പുറത്തുനിന്നൊക്കെ സ്വീറ്റ്സൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ, സ്വീറ്റ്സ് എന്നല്ല എന്ത് സാധനം മേടിക്കണമെന്നുണ്ടെങ്കിലും എന്ത് വില കൊടുത്താണ് നമ്മൾ മേടിക്കുന്നതെന്നുള്ളത്. പക്ഷേ അത് എത്രത്തോളം ഹെൽത്തി ആണെന്നോ അതിനകത്ത് എന്തെല്ലാമാണ് ചേർത്തിരിക്കുന്നതെന്നോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ ദിവാലി എന്നല്ല ഏത് ആഘോഷങ്ങൾക്കായാലും അല്ലാതെ ആയാലും നമുക്ക് വീട്ടിൽ തന്നെ ഒരിച്ചിരി ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഏറ്റവും നല്ല ഫുഡ്, മായമൊന്നും ചേരാത്ത ഭക്ഷണം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ ഒരു റെസിപ്പി അനുസരിച്ചൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഒരിച്ചിരി മെനക്കേടാണ്, ഒരു 1/4 മണിക്കൂർ ഇതിൻ്റെ പുറകെ നിൽക്കണം. പക്ഷേ നല്ല ഫ്ലേവറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു റെസിപ്പി അനുസരിച്ചൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദീപാവലി നേരത്തെ തന്നെ ആശംസിക്കുകയാണ്. നാളെ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ദീപാവലിക്കുള്ള ഒരു സ്നാക്ക് റെസിപ്പി കാണിക്കാം കേട്ടോ. പറ്റുന്നുണ്ടെങ്കിൽ എന്താ പറയാൻ കാര്യം, ഞാൻ ഇതുവരെ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാനൊരു സ്നാക്ക് റെസിപ്പിയും കൂടെ എനിക്ക് ഇടണം എന്നുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്